ഈ നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്കൊരു മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു യുഗമൊക്കെ വളരെ അകലെയാണ് അല്ലെ? നമ്മള് മോഡേൺ എന്ന് പറയുന്ന സമയത്ത് പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയും പെരുമാറാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് മോഡേണിറ്റി. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇടപഴകുന്ന സമയത്ത് അതിർത്തികൾ നമുക്കെല്ലാവർക്കും അതിലുള്ളവരാണ്. ഒരു സ്ഥലം വരെ നമ്മൾ എത്ര നമ്മൾ ഇഷ്ടപ്പെടുന്നവരായാലും ശരി, ഒരു സമയം വരെ നമ്മൾ അനുവദിക്കുന്ന അതിനകത്താണ് അത് നിൽക്കേണ്ടത്. ഈ കൺസെന്റിനെ പറ്റിയുള്ള എന്ന് പറഞ്ഞാൽ സമ്മതം എന്ന് പറയുന്നത് പലതരത്തില് മുഖം കൊണ്ട്, കണ്ണുകൊണ്ട്, ചലനം കൊണ്ട് ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കും. നമുക്ക് അനിഷ്ടങ്ങളെ പ്രകടിപ്പിക്കും. അതിനനുസരിച്ച് റെസിപ്രോക്കലായി പരസ്പരം മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് മോഡേൺ ആകുക എന്ന് പറയുന്നത്. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആലിംഗനം ചെയ്യുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. മനസ്സിലാക്കി പെരുമാറുന്നതിനെയാണ് മോഡേണിറ്റി എന്ന് മനസ്സിലാക്കുന്നത്. ആ നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്താണോ ഇഷ്ടമുള്ളവർ തമ്മിൽ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നതാണ് മോഡേൺ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം അറിഞ്ഞു പെരുമാറുക, അതിർത്തികൾ അറിഞ്ഞ് നമുക്കൊരു അതിരുണ്ടെന്നും അതിര് സമ്മതത്തോടെയാണ് മറികടക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. തിരിച്ചറിഞ്ഞ് പെരുമാറാൻ പഠിക്കുന്നതിനെയാണ് ആധുനിക സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത മനുഷ്യബന്ധങ്ങളല്ല. അതിനെയാണ് അങ്ങനെ കാണേണ്ടത്.